ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറ്റത്തെ വിമർശിച്ച് സിറാജും സുപ്രഭാതും. മൗദൂദിയെ തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ നിലപാട് ഗതികേടാണ്. സ്ഥാപകനെ പോലും തള്ളിപ്പറയേണ്ട ഗതികേടിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തി. മൗദൂദിയെ മാറ്റി നിർത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. റിപ്പോർട്ടിന് നൽകിയ അഭിമുഖത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി അമീർ സ്ഥാപകനായ അബ്ദുൾ ആല മൗദൂദിയെ തള്ളിപ്പറഞ്ഞത്. വി എസ് രഞ്ജിത്ത് ചേരുന്നു. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്തിനുമായിട്ട് നടത്തിയ അഭിമുഖത്തിലാണ് അമീർ ഈ മൗദൂദിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിലപാടെടുത്തത്. നേരത്തെ ഭരണഘടന മാറ്റി എഴുതിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഷൂറ അംഗത്തിൻ്റെയൊക്കെ പ്രസംഗം നമ്മൾ പുറത്തുവിട്ട് ഒന്നും മാറിയിട്ടില്ല എന്ന് നമ്മൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വിവിധ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. മൗദൂദിയെ മാറ്റി നിർത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതികരണങ്ങളിലായി വന്നിരിക്കുന്നത്. എന്തായാലും നിലപാട് മാറ്റത്തെ മറ്റ് സമുദായ സംഘടനകൾ അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് സിറാജും സുപ്രഭാതവും സമസ്തയും അതേപോലെ കെ പി വിഭാഗവും ഒന്നും തന്നെ ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം SYSന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് തന്നെ ഇതിനെ പരിഹസിച്ചിരുന്നു. അതായത് ഒരു സ്ഥാപകനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ സംഘടന നിലനിൽക്കുക എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. ഇന്ന് AP വിഭാഗത്തിൻ്റെ മുഖപത്രത്തിൽ സിറാജിൽ അതേ ചോദ്യം ആവർത്തിക്കുകയാണ്. ലേഖനത്തിൽ മുഹമ്മദ് അലി കിനാരൂരിൻ്റെ ലേഖനമാണ്. ആ ലേഖനത്തിൽ കൃത്യമായി പറയുന്നു, മൗദൂദിയെ തള്ളിപ്പറയുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മൗദൂദിയൻ സാഹിത്യങ്ങൾ അവരുടെ ഗ്രന്ഥശാലകളിൽ നിന്ന് ഒഴിവാക്കുകയും അത് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ മൗദൂദി ഇട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് തന്നെ ഒഴിവാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മുസ്തഫ മുണ്ടുപാറ EK വിഭാഗത്തിൻ്റെ പത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ ലേഖനം എഴുതുന്നു. അതിലും കൃത്യമായി പറയുന്നു മൗദൂദിയെ തള്ളിപ്പറയേണ്ടി വന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഗതികേടാണ് എന്നുള്ളത്. നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയമായ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമി CPMന് പരസ്യ പിന്തുണ കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് UDFിലേക്ക് മാറുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDFനായിരിക്കും ആ പിന്തുണ. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് CPM ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. ഈ ഘട്ടത്തിൽ വളരെ മൗനമായി നിന്ന് ആ പിന്തുണ സ്വീകരിക്കാമെന്നാണ് UDF തീരുമാനിച്ചത്. കെ മുരളീധരൻ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് 2016 പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കാം എന്ന മട്ടിലേക്ക് UDFിൽ ഒരു വിഭാഗം വരുന്നു. ഈ ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറ്റം സത്യസന്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി പരമ്പരാഗത സുന്നികളുടെ EK വിഭാഗം ഒരുപോലെ രംഗത്തെത്തുന്നത്. ഇത് UDFനെ തീർത്തും പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യം സംശയമില്ല. തീർച്ചയായിട്ടും എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടർ TV-യാണ് ഈ ജമാഅത്തെ മൗദൂദിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അമീറിൻ്റെ ഈ അഭിമുഖം സംപ്രേഷണം ചെയ്തത്. അതിനെ തുടർന്ന് വിവിധ പ്രതികരണങ്ങൾ വിവിധ ഇടങ്ങളിലായിട്ട് വരുന്നു. ജമാഅത്തേക്കുള്ളിലും ഈ വിഷയത്തിൽ ചില പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജമാഅത്തേക്ക് ഈ വിഷയങ്ങളിൽ മൗദൂദിയുമായി എത്ര അകലം പാലിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള സംശയമാണ് മറ്റ് ഇസ്ലാം സമുദായ സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത്.